ഈ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. പിന്നെ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് സാധാരണയായി OPയിൽ രോഗികൾ വന്ന് ചോദിക്കുന്ന ചോദ്യം ആയ എക്കോ ECG നോർമൽ ആണെങ്കിൽ എൻ്റെ ഹാർട്ടിന് ഇനി എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണോ, ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടാകാമോ, എൻ്റെ ഹാർട്ട് പൂർണ്ണമായി നോർമലാണോ എന്നുള്ള ചോദ്യമാണ്. ഈ ടെസ്റ്റുകളെല്ലാം അതിന് ഒരു ഇൻ്റർപ്രറ്റീവ് വാല്യൂ ഉള്ളത് ഒരു അസുഖത്തിൻ്റെ കണ്ടസ്റ്റിലാണ്. അതായത് ECGക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ, അത് നമുക്ക് അസുഖമുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ഒരു പേഷ്യൻറ്റിന് ആക്റ്റീവായിട്ട് നെഞ്ചുവേദന ഉള്ള സമയത്താണ്. ആ നെഞ്ചുവേദന ഉള്ള സമയത്ത് എടുക്കുന്ന ECGയിൽ കൃത്യമായ മാറ്റങ്ങളുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ വളരെ ഉപയോഗപ്രദമായ ഒരു ടെസ്റ്റാണ് ECG. എന്നാൽ ഒരു സിംറ്റവും ഇല്ലാതെ OPയിൽ വന്ന ഒരു പേഷ്യൻ്റ് ECG എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ECGയിൽ നോർമൽ ആയിരിക്കാം, എക്കോ കാർഡിയോഗ്രാമും നോർമൽ ആയിരിക്കാം. പക്ഷേ ECG എക്കോ കാർഡിയോഗ്രാം നോർമൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഉള്ള അസുഖങ്ങൾ ഇല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് 100% പറയാൻ സാധിക്കുന്ന ടെസ്റ്റുകളാണ് ആൻജിയോഗ്രാം എന്നുള്ള ടെസ്റ്റ്. എന്നാൽ എല്ലാ രോഗികൾക്കും ആൻജിയോഗ്രാം വേണമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഒരു ആവശ്യമില്ല, എല്ലാ രോഗികൾക്കും ആൻജിയോഗ്രാമിൻ്റെ ആവശ്യമില്ല. അവരുടെ അസുഖം ഡോക്ടർ മനസ്സിലാക്കി അവരുടെ ബാക്കി അസുഖം വരാനുള്ള സാധ്യതകളെ മനസ്സിലാക്കി മാത്രമേ ആൻജിയോഗ്രാം പോലുള്ള ഇൻവാസീവ് ടെസ്റ്റുകളെ പറ്റി നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈയിടെയായി ആൻജിയോഗ്രാമിൻ്റെ വേറൊരു മുറയായ കൊറോണറി ആൻജിയോഗ്രാം CT വഴി, കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന CT വഴിയുള്ള കൊറോണറി ആൻജിയോഗ്രാം, CT വഴിയുള്ള കൊറോണറി കാൽഷ്യം സ്കോറിംഗ് വളരെ അധികമായി ഉപയോഗപ്പെടുന്നുണ്ട്.